ഒരു ഫാള് വന്നു കഴിഞ്ഞാൽ ഒരു പറയുന്ന അഹങ്കാരമായിരുന്നു, ഇവരങ്ങനെയായിരുന്നു, ആരും കേട്ടില്ല, അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഡീമോട്ടിവേഷൻ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ഡിസ്കറേജ് ചെയ്തിട്ടുള്ള ആളുടെ പേര് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാൻ സാധിക്കും? നമ്മളിപ്പോൾ പുതിയതായിട്ട് എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും ക്ലോസ് ആയിട്ടുള്ള സർക്കിൾ, ഫാമിലി, ഫ്രണ്ട്സ്, ഇവരൊക്കെ ഡീമോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡീമോട്ടിവേഷൻ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ബെറ്റർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തിരുന്നോ എന്നാണ്. അറിയാത്ത കാര്യങ്ങളോട് ഒരു എല്ലാവർക്കും ഭയമായിരിക്കും. ഏറ്റവും കൂടുതൽ ഡിസ്കറേജ് ചെയ്തിട്ടുള്ള ആളുടെ പേര് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാൻ സാധിക്കും? അത് പ്രശ്നമാണ്. കാരണം അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേരിൽ ഒതുങ്ങില്ല, പിന്നെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ECG പോലെയാണ്. സ്ട്രൈറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഡെഡ് ആണ്, പക്ഷെ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഒരു ഫാള് വന്നു കഴിഞ്ഞാൽ ഒരു പറയുന്ന അഹങ്കാരമായിരുന്നു, ഇവരങ്ങനെയായിരുന്നു, ആരും കേട്ടില്ല, അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആക്ച്വലി ഞാൻ താഴേക്ക് പോകാനുള്ളത് ഞാൻ സമ്മതിക്കാറില്ല. 100% നമ്മൾ എഫേർട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ താഴേക്ക് പോയില്ല. ഇപ്പൊ ഞാനിപ്പോ 0-ൽ നിന്നിരുന്ന ആളാണ്, ഞാൻ 50-ക്ക് എത്തി, ഒരു ഫോളോ വന്നു, പക്ഷെ ഞാൻ 25-ൽ നിന്ന്. ഇപ്പൊ ഞാൻ 100-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു 70-80-ൽ നിൽക്കും, അതിനും താഴേക്ക് പോകാൻ സമ്മതിക്കില്ല. അതിനുള്ള പ്ലാറ്റ്ഫോം ഈ പറഞ്ഞ പോലെ ബേസ് ചെയ്യാൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.